നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കലാശിപ്പാളയത്താണ് കേട്ടോ. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ ഒരു ബസ് കാണാം. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാട്ടോ, ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പം PK ട്രാവൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഭാരത് ബെൻസിൻ്റെ ദാമോദർ കോച്ച് ബസ്സിലെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോച്ച് ഈ ഒരു ബോഡി ബിൽഡർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക്. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു ബോഡി ബിൽഡർ വീഡിയോ കാണുന്നത് കേട്ടോ. അപ്പോൾ PK ട്രാവൽസ് പറഞ്ഞു കഴിഞ്ഞാൽ 1988 മുതൽ നമ്മളെ കേരളത്തിലെ മലബാർ റീജിയനിലോട്ട് ബസ് സർവീസ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് കേട്ടോ. അപ്പോൾ അവരെ ഒരു പ്രീമിയം ക്ലാസ് ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. PK ട്രാവൽസിൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ക്ലാസ് ദാമോദർ സ്പൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോഡീൻ്റെ പേര്, അതായത് ഈ ഒരു കോച്ചിൻ്റെ പേര് സ്പൈഡർ എന്നാണ് കേട്ടോ. ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ വോൾവോ 9600, സൈഡ് നോക്കി കഴിഞ്ഞാൽ വോൾവോ 9600 ബൈ ആക്സിലിൻ്റെ ഒരു സെയിം കട്ടാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു നീല കളറിൽ ഭയങ്കര പ്രീമിയം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനേഴ്സിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. വണ്ടി എന്തായാലും കൊള്ളാം. ഇതിൻ്റെ സൈഡ് ഗ്ലാസും ഇതെല്ലാം ഒരു വോൾവോൻ്റെ ഒരു ഫീലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ മലബാർ റീജിയനിലോട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ട്രാവൽ ഓപ്ഷൻസ് ഉള്ള സമയത്ത് നല്ല നല്ല സർവീസ് ആരാണ് കൊടുക്കുന്നത് അവർക്കാണ് കേട്ടോ പാസഞ്ചേഴ്സ് ഉണ്ടാവുക. അപ്പം ഈ ഒരു ഭാരത് ബെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റ്, അതായത് മൾട്ടി ആക്സിൽ ഓടാത്ത റൂട്ടിലെ ഏറ്റവും പ്രീമിയം ട്രാവൽ ഓപ്ഷൻ ഇതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ സസ്പെൻഷനും അതേപോലെ ഇതിൻ്റെ ബ്രേക്കിംഗ്, സേഫ്റ്റി, ആ സംഭവങ്ങളൊക്കെ നോക്കുന്ന നേരം ഇത് ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നോക്കുന്ന നേരം ഇതിൻ്റെ എൻജിന് ഫ്രണ്ടിലായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത് പക്ക ഒരു വോൾവോ 9600 സെയിം ഡിസൈനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ, ഹെഡ്ലൈറ്റ് പക്ക വോൾവോ സെറ്റപ്പ് തന്നെ ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഗ്ലാസും ഫ്രണ്ടിലെ ഏറ്റവും മുകൾ ഭാഗമൊക്കെ ഒരു വോൾവോ സെറ്റപ്പിലാണ് കേട്ടോ. ഈ സ്പൈഡറിന് വോൾവോ സെറ്റപ്പിലാണ് കേട്ടോ ഈ ഒരു ഭാരത് ബെൻസിൻ്റെ ചേസിൽ ദാമോദർ കോച്ച് ബിൽഡേഴ്സ് സ്പൈഡർ എന്ന് പറഞ്ഞ ഈ ഒരു എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഭയങ്കര പ്രീമിയം ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡേ വിഷ്വൽസ് ഒക്കെ നാളെ രാവിലെ കാലിക്കറ്റ് എത്തിയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ നിന്ന് കയറി നോക്കാം. ഞാനങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിട്ടോ, ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലെയ്ലാൻഡിനെക്കാട്ടിലും 100 മടങ്ങ് ഞാൻ പ്രിഫർ ചെയ്യും കേട്ടോ. ഇത് മൾട്ടി ആക്സിൽ ഇല്ലാത്ത റൂട്ടിൽ ഈ ബസ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ധൈര്യം നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളി ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു വണ്ടി തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട്, നമ്മളെ വീഡിയോസിന് മാക്സിമം എൻഗേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്കും പിന്നെ എന്തെങ്കിലും ഒരു സംഭവം കമൻറ്റും ചെയ്യുക. പിന്നെ വീഡിയോ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. ലക്കിട്ടെല്ലാം കണ്ടൻറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളെ സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ ക്യാബിന് ഫസ്റ്റ് തന്നെ കാണുന്നേരം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ലൈറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് കളറിലാണ് ഇതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല രസം കേട്ടോ. ഇത് നിങ്ങൾ 4K ഇതിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഡബിൾ ബെർത്തുകളാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കാണുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ബ്ലാക്ക് കളർ ചോക്ലേറ്റ് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ബെഡ്ഷീറ്റ്, ബെഡ് കവറൊക്കെ വരുന്നത്. പിന്നെ ഫുൾ സൈസ് പില്ലോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കർട്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കർട്ടനൊക്കെ നല്ല പ്രീമിയം ടൈപ്പ് വോൾവോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നല്ല സ്പേസ് ഉണ്ട്, എനിക്ക് നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലുള്ള കർട്ടനൊക്കെ അടിച്ചിട്ടാണ്, തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മുകളിലെ ഭാഗത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലൊക്കെ നല്ല പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ. ഈ ലൈലാൻഡ് വണ്ടികളിലുള്ള കണ്ടിട്ടൊക്കെ എത്രയോ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു വണ്ടിനെ കുറ്റം പറയുന്നതല്ല, കാരണം ഈ ഒരു പ്രീമിയം ഫിനിഷിങ്ങും ഈ ഒരു ഫീലിങ്ങും ഇതിൻ്റെ ഓരോ പാർട്സ് ആണെങ്കിലും ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാം അത്ര നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള മെറ്റീരിയലൊക്കെ കുറച്ച് ഹെവി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ റൂട്ടിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ചെറിയ റോഡുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ സാധനം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ലഗേജ് റാക്ക്. 2 ബെഡ്ഷീറ്റ് ഉണ്ട്, 2 ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ബാഗുകളൊക്കെ, അത്യാവശ്യം വലിയ ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 4 AC വെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു AC വെൻറ്റും, ഇത് ഷട്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, എന്തും ചെയ്യാം, നമുക്ക് ഇഷ്ടം പോലെ ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ 2 എണ്ണം ഇത് കൊടുത്തിട്ടുണ്ട്, ഇതും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഇതിൻ്റെ ലൈറ്റാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓഫ് ഓണും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഓഫ്. അപ്പം ഈ ഒരു റീഡിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിന് ഒരു പ്ലഗ് സോക്കറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല,
ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന നല്ലൊരു കിടില പീക്കിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ മൊബൈൽ ഫോൺ ഹോൾഡർ സംഭവങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബെർത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെർത്തുകൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ബെർത്തുകളാണ്. കട്ടൻ ഒന്ന് മാറ്റി നോക്കാം. കട്ടൻ മാറ്റുന്ന നേരം വലിയൊരു ഗ്ലാസ് വ്യൂ തന്നെ ഉണ്ട് കേട്ടോ പുറത്തേക്ക്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം. നമുക്ക് രാത്രി ആയിപ്പോയി, സമയം 9:55 ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് 8 മണിക്ക് ഇലക്ട്രോണിക് സിറ്റി, 9 മണിക്ക് മടിവാള, 10 മണിക്ക് കലാശിപ്പാള കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി ബോർഡിംഗ് പോയിന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബുക്കിംഗ് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. PK ട്രാവൽസിന് അവിടെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ, നമുക്ക് പോയി കാണാം. ഇവർക്ക് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഡെയിലി ഒരു 10 ബസ്സോളം കേരളത്തിലോട്ട് ബാംഗ്ലൂരിൽ നിന്ന് വൺ സൈഡ് സർവീസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വെയിറ്റിംഗ് ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബസ്സിന് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇതിൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ പക്ക വോൾവോ പോലെ തന്നെ തോന്നും കേട്ടോ. അതിൽ ബാക്കിൽ PK ട്രാവൽസിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങൾ കാണാം, ഭാരത് ബെൻസിൻ്റെ ബ്രാൻഡിങ് കാണാം, ദാമോദറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ, പിന്നെ ബെൻസിൻ്റെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാംഗ്ലൂർ കാലിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് നമ്പർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ പക്കാ വോൾവോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വോൾവോൻ്റെ ബാക്കിൽ വരുന്ന നേരം ഈ എൻജിൻ റൂമിൻ്റെ വെന്റിലേഷൻ സംഭവങ്ങളൊക്കെ കാണുന്ന നേരം ആ ഒരു വ്യത്യാസമുണ്ട്. ഡിക്കില്ല ബാക്കിൽ, ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർക്ക്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ വോൾവോനെ കുറിച്ച് അറിയാത്തവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വോൾവോ ആണെന്ന് തന്നെ തോന്നും കേട്ടോ. പക്ക, ഒന്നും പറയാനില്ല. ആ സൈഡിൽ മുകളിൽ എൻജിൻ റൂമിൻ്റെ ഹൈറ്റ് മാറ്റം വരുന്നിടത്തുള്ള അതൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മളെ ഡ്രൈവർ വ്യൂന്ന് പുറത്തോട്ടേക്ക് കാണുന്നത്. ഫ്രണ്ട് ഗ്ലാസ് കറക്റ്റ് വോൾവോനെ പോലെ തന്നെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ റിഫ്ലക്ഷൻ വരുന്നത് കേട്ടോ. ഭാരത് ബെൻസിൻ്റെ സ്റ്റീരിംഗ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി വലിയ സ്റ്റീരിംഗ് വീലാണ്. ഒരുപാട് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭാരത് ബെൻസിൻ്റെ ലോഗോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഇതിൻ്റെ ഫോൺ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. വണ്ടി ഓടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1486 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന RPM മീറ്ററാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് മീറ്ററാണ്. 120 കിലോമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. വണ്ടി 80-ൽ ലോക്കാവാനാണ് സാധ്യത. ഇനി പല ഓപ്പറേറ്റേഴ്സ് 100 ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം 100 ഒന്നും ഇല്ലാതെ ഈ റൂട്ടിൽ ടൈമിങ്ങിൽ ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വണ്ടി എത്രയാണെന്ന് അറിയില്ല. വണ്ടി ഫ്യൂവൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. സൈഡ് ലാമ്പ് ഫോൾട്ടി. ഭാരത് ബെൻസിൻ്റെ ഒരുപാട് ഈ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഭാരത് ബെൻസിൻ്റെ കമ്പനിയിൽ നിന്ന് കുഴപ്പം. കാരണം ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലാണ് ഇതിൻ്റെ AC കൺട്രോൾസ്. പിന്നെ ഇത് ഡോറിൻ്റെ സംഭവങ്ങളാണ്. പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ഓണാണ്. പിന്നെ ഈ സൈഡിൽ പറഞ്ഞാൽ ഇത് ഇതിൻ്റെ റിട്ടാർഡ് ബ്രേക്കാണ് ഉണ്ടാവും. ഈ ഒരു ബസ് ചൂസ് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ആണ്. വോൾവോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന റിട്ടാർഡർ ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ, വൈപ്പർ, ഇൻഡിക്കേറ്റർ, ആ ഒരു സംഭവങ്ങൾ, സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഭാരത് ബെൻസ് അത്യാവശ്യം ഇപ്പോൾ ഏറ്റവും ട്രാവൽ കംഫർട്ട് വരുന്ന മൾട്ടി ആക്സൽ അല്ലാത്ത ബസ് വരുന്നത് ഭാരത് ബെൻസിൻ്റെ ഇതാണ്. ഇത് ഇൻറ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. ഇത് ഡോറിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡ്രൈവർ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്നത്തെ റൂട്ട് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈസൂർ, ഹുൻസൂർ, ഗോണിക്കൊപ്പ, അവിടുന്ന് നമ്മൾ കേരളത്തിലോട്ട് കയറുന്നത് മക്കുട്ട ചുരം വഴിയാണ്. എന്നിട്ട് ഇരിട്ടിയിലോട്ടാണ് വരിക. ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് മാഹി, പയ്യോളി, കൊയിലാണ്ടി, കോഴിക്കോട്. ഇതാണ് നമ്മളെ റൂട്ട് വരുന്നത്. അവരോട് ചോദിക്കണം.
അങ്ങനെ സമയം രാത്രി 12:40 ആയപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ബെർത്തിൽ വന്നതാണ് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, മുകളിലത്തെ ബെർത്തായിട്ട് പോലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്പേസും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലെ വിൻഡോ കർട്ടൻ തുറന്നിട്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാം. നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു ബർത്തുനിന്ന് പുറത്തോട്ടേക്ക് നോക്കുന്നേരം നല്ല കിടിലം വ്യൂ ആണ്. സമയം 1:45 ആയപ്പോൾ നമുക്ക് ഇവിടെ ഡിന്നർ ബ്രേക്ക് കിട്ടിട്ടോ. ഡിന്നർ, ടോയ്ലറ്റ്, ആ ബ്രേക്കൊക്കെ ആണ് കേട്ടോ. ഈ ജനത എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. നല്ല ഹോട്ടലാണ് കേട്ടോ. സംഭവം നോമ്പിനൊക്കെ യാത്ര ചെയ്യുന്നേരം ഈ ഒരു ബസ്സിൽ വരികയാണെങ്കിൽ ഈ സമയത്താണ് കേട്ടോ ഡിന്നറിന് സമയം ഉണ്ടാവുക. 1:30 ഒക്കെ ആവുന്നത്. രാത്രി 10 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്ന ഡിന്നർ കഴിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ ഒരു ചായ ചെയ്തും പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ റൂട്ടിലുള്ള വണ്ടികളൊക്കെ ഇവിടെയാണ് കേട്ടോ അധികം കയറുന്നത്. നമ്മൾ അവിടെ പോയിട്ട് യൂ ടേൺ അടിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഈ ഹോട്ടൽ അത്യാവശ്യം നല്ല ഹോട്ടലാണ് കേട്ടോ. അവിടെ എല്ലാ വണ്ടികളും നിർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റൂട്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് കേട്ടോ ഇത്. വളരെ അലമ്പ് ഹോട്ടൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ഒരു സെറ്റപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നോമ്പ് വെക്കേണ്ട ആവശ്യമുള്ളവർക്കൊക്കെ നോമ്പിന് പ്രത്യേകിച്ച് വലിയൊരു ഉപകാരമായി ഈ ഒരു സമയത്തൊരു നല്ലൊരു ബ്രേക്ക് കിട്ടുന്നത്. ഈ റൂട്ടിൽ ഇതേപോലത്തെ സ്ലീപ്പർ മൾട്ടിടാക്സിലൊന്നുമില്ല കേട്ടോ. ഫുള്ള് ഇതേപോലത്തെ സ്ലീപ്പർ ബസ്സുകളാണ്. ലൈലാൻഡ്, ഭാരത് ബെൻസ്, വോൾവോ ഐഷർ. വോൾവോൻ്റെ മൾട്ടിടാക്സിൽ വോൾവോ സ്ലീപ്പർ ബസ് ഈ റൂട്ടിൽ ഇല്ല കേട്ടോ. വോൾവോൻ്റെ ഒരു ഗോൾഡൻ ട്രാവൽസ് പറഞ്ഞ ട്രാവൽസിൻ്റെ ഒരു ബസ്സുണ്ട് കണ്ണൂരേക്ക് പോകുന്നത്. ഒരു 8 or 12 മീറ്റർ വണ്ടി. അതല്ലാതെ എല്ലാ വണ്ടിയും ഇതേപോലത്തെ വണ്ടികളാണ് ഈ റൂട്ടിലുള്ളത്. വേറൊരു റൂട്ടിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ചുരമുണ്ട്. അത് ഭയങ്കര കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ചുരമാണ്. വളരെ ചെറിയ ചുരമാണ് കേട്ടോ. ഇഷ്ടംമാതിരി വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ആ ചുരം നമ്മൾ കാണാൻ എന്തായാലും വീഡിയോയിൽ നിന്ന്.
സമയം ഒരു 7:00 ആയപ്പോൾ നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ എൻ്റർ ചെയ്തിട്ടോ. നല്ല അടിപൊളി യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 3 മണി 3:30 വരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൈസൂർ ഹൈവേ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് എത്തുന്നവരെ ഇരുട്ടി മുതൽ കോഴിക്കോട് എത്തുന്നവരെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിട്ടോ. അപ്പർ ബെർത്തിൽ ചെറിയ റൂട്ടിൽ പണിയെടുക്കുന്ന റൂട്ടിൽ ഉറങ്ങിയിട്ട് പോലും നല്ല അടിപൊളി കംഫർട്ടായിരുന്നു കേട്ടോ.
ഭാരത് ബെൻസിൻ്റെ ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ദാമോദർ കോച്ചിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തായാലും നല്ല അടിപൊളി യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കംഫർട്ടബിളൊക്കെ ആയിരുന്നു. ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡേഴ്സിൻ്റെ ഒക്കെ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ബസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതും. ഇൻറ്റീരിയർ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യാം. പിന്നെ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം കാലിക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ട ബസ്സുകൾ സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ.